എല്ലാവർക്കും ആദിഷ് ഗാലറിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നുണ്ട്. സുമതി വളവ്. ഈ പേര് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. സുമതി വളവ് എന്ന ആ പേര് ഒരുപാട് ഓർമ്മകളിലേക്ക് എന്നെ പിന്നോട്ട് വലിച്ചുകൊണ്ടും പോയി. അപ്പോൾ ആ കഥ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അറിയാവുന്നവരും ഓർമ്മകൾ പുതുക്കുവാനും വേണ്ടി നമുക്ക് ആ സുമതി വളവിൻ്റെ കഥ ഒന്നുകൂടി കേൾക്കാം. അപ്പോൾ ആദിഷ് ഗാലറി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വളവിൻ്റെ റിയൽ സ്റ്റോറി ആസ്പദമാക്കിയാണോ ഫിലിം എന്നറിയില്ല. എന്നാലും ആ പേര് കേട്ടപ്പോൾ ആ സ്ഥലത്തിൻ്റെ റിയൽ സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. ഏകദേശം ഒരു 70 വർഷം മുന്നേ നടന്ന സംഭവമാണ്. പക്ഷേ ആ സംഭവത്തിൻ്റെ ആ പേടി കാരണം ഇന്നും ഒരു സമയം കഴിഞ്ഞാൽ ആരും സുമതി വളവ് വഴി പോകാറില്ല. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തുള്ള മയിലുമോട് എന്ന മലയോര ഗ്രാമത്തിലെ ഒരു വനപ്രദേശത്താണ് ഈ ഭീതി ഉണർത്തുന്ന സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത്. എസ് ഷേപ്പ് വളവാണ് സുമതി വളവിന്. കാരിയേറ്റ് എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന 18 വയസ്സുള്ള സുന്ദരിയായ യുവതിയാണ് സുമതി. ദുർമരണം നടന്നവരുടെ ആത്മാക്കളാണല്ലോ ഇങ്ങനെ അലനുതിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കും ഈ സുമതിക്കും അങ്ങനെ ഒരു ദുർമരണമായിരിക്കും സംഭവിച്ചതെന്ന്. അതെ, അവളുടേത് ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. അവളുടെ അമ്മ ഒരു അരിക്കച്ചവടക്കാരിയായിരുന്നു. താണുമുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു സുമതി. അദ്ദേഹത്തിൻ്റെ മകനാണ് രത്നാകരൻ. അപ്പോൾ സ്വാഭാവികമായും ഈ സുന്ദരിയായ സുമതിയെ കണ്ടതും രത്നാകരന് അവളോട് പ്രണയം തോന്നി. വൈകാതെ അവർ രണ്ടുപേരും പ്രണയത്തിലായി. വിവാഹ വാഗ്ദാനം നൽകി അവളെ പ്രണയിച്ച് ഗർഭിണിയാക്കുകയും ചെയ്തു. ഗർഭിണിയായ അവളെ സ്വീകരിക്കാൻ രത്നാകരൻ തയ്യാറായില്ല. അയാളുടെ സ്വഭാവമെല്ലാം മാറി. രത്നാകരനെ അവൾ നിരന്തരം വിവാഹം കഴിക്കുവാൻ വേണ്ടി ശല്യവും ചെയ്തുകൊണ്ടിരുന്നു. വീട്ടുവേലക്കാരിയായ അവളെ ജീവിത സഖിയാക്കാൻ രത്നാകരന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവളെ കൊല്ലുവാനുള്ള പദ്ധതി ആരംഭിച്ചു രത്നാകരൻ. 1953 ജാനുവരി 27 ഒരു ചൊവ്വാഴ്ച ദിവസം രാത്രി രത്നാകരൻ സുമതിയെ പാങ്ങോട് മാതിരിദേവി ക്ഷേത്രത്തിലെ തിരുവാതിരോത്സവം കാണാൻ പോകാം എന്ന് പറഞ്ഞ് സുമതിയെ തൻ്റെ അംബാസഡർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. ആരും അറിയാതെ വിവാഹം കഴിച്ച് താമസിക്കാം എന്ന വാഗ്ദാനം നൽകിയാണ് കൂട്ടിക്കൊണ്ടുപോയതെന്നും പറയപ്പെടുന്നു. രത്നാകരൻ്റെ സുഹൃത്ത് രവീന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു. എളുപ്പവഴി എന്ന് പറഞ്ഞ് അവരുടെ കാർ പാലോട്ടിലോട്ട് തിരിഞ്ഞു. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതി കാറിൽ നിന്നും ഇറങ്ങി ഓടി. ഇരുട്ടായതിനാൽ തന്നെ വഴി മനസ്സിലാവാതെ എസ് വളവിൽ അവൾ എത്തി. പുറകെ എത്തിയ രത്നാകരനും സുഹൃത്തും അവളുടെ കൈകൾ കാട്ടുവള്ളി കൊണ്ട് കെട്ടി നിലത്തൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മുടി പിടിച്ച് വലിച്ച് കഴുത്തറുത്തു വെട്ടാൻ പാകത്തിൽ വെച്ചു. കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ വെറുതെ വിടൂ, എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാമെന്ന് സുമതി കേണപേക്ഷിച്ചു. അതൊന്നും കേൾക്കാതെ രത്നാകരൻ അവളെ കഴുത്തറുത്തു കൊന്നു. പിറ്റേന്ന് ഈറ്റ വെട്ടാൻ എത്തിയ ആദിവാസികളാണ് മരത്തിൽ ചാരിയിരുന്ന അവളുടെ മൃതദേഹം കണ്ടെത്തിയത്. 6 മാസത്തിനു ശേഷം രത്നാകരനെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടി. 15 വർഷത്തെ ജീവപര്യന്തത്തിന് ശേഷം അവർ പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നീട് അവർ മരണവും പെട്ടു. സ്വാഭാവിക മരണമായിരുന്നു. സുമതിയുടെ ആത്മാവ് അവിടെ അലഞ്ഞുകൊണ്ട് നടന്നു. എസ് വളവിൻ്റെ ഒരു വശം കൊടുങ്കാടും ഒരു വശം അഗാധ ഗർത്തവുമാണ്. സുമതിയുടെ മരണത്തിന് ശേഷം 200-ലേറെ മൃതദേഹം അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാത്രി 1 മണിക്ക് ശേഷമാണ് സുമതി യാത്രക്കാരെ കൂടുതലും ശല്യം ചെയ്യുന്നത്. വണ്ടിയുടെ എൻജിൻ അവിടെ എത്തുമ്പോൾ തന്നെത്താനെ ഓഫാകുകയും ബൈക്ക് സഞ്ചാരികളെ ബൈക്കിൽ നിന്നും എറിയപ്പെട്ട നിലയിലുമാണ് കണ്ടെത്തിയിരുന്നത്. വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീരൂപമായും കത്തുന്ന കണ്ണുകളുള്ള നായയായും സുമതി യാത്രക്കാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഈ വഴിയിൽ നിന്നും ഭയാനക ശബ്ദങ്ങളും സ്ത്രീകളുടെ കരച്ചിലും സ്ത്രീയുടെ കരച്ചിലും കേൾക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ ഇതിനു പിന്നിൽ സാമൂഹിക വിരുദ്ധരാണെന്നും കള്ളന്മാരാണെന്നും പറയുന്നവരുമുണ്ട്. എന്തായാലും സത്യങ്ങൾക്കും കള്ളങ്ങൾക്കും ഇടയിലാണ് ഈ സുമതി വളവ് എന്ന വളവ്. നമുക്ക് വേണമെങ്കിൽ ഈ കഥ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും പ്രേതമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊരു നുണക്കഥയായും വിശ്വസിക്കാം.